നിയമസഭയിൽ പ്രോട്ടൈം സ്പീക്കർ എത്തി ജി സുധാകരൻ. അപ്പോൾ ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. നിയമസഭയിൽ നിന്നും ശ്രീജിത്തും അലക്സ മുഹമ്മദും ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, പറയൂ, നിയമസഭാ നടപടികൾ ആരംഭിച്ചോ? ഗുഡ് മോർണിംഗ്. നിയമസഭാ നടപടികൾ ആരംഭിക്കുകയാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ പ്രധാന അജണ്ട. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അജണ്ടയാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് 3 അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ശ്രീ ബി ഗോപകുമാർ, ശ്രീ AC മൊയ്തീൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ. ശ്രീ ബി ഗോപകുമാറിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള പത്രികയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിക്കുകയും ശ്രീ V മുരളീധരൻ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ AC മൊയ്തീനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള പത്രികകളിൽ ആദ്യത്തേത് ശ്രീ പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും ശ്രീ K രാജൻ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ശ്രീ KN ബാലഗോപാൽ നിർദ്ദേശിക്കുകയും ശ്രീ PK പ്രവീൺ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള 4 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ VD സതീശൻ നിർദ്ദേശിക്കുകയും സണ്ണി ജോസഫ് പിന്താങ്ങുകയും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും ശ്രീ PK ബഷീർ പിന്താങ്ങുകയും ശ്രീ മോൻസ് ജോസഫ് നിർദ്ദേശിക്കുകയും ശ്രീ അനൂപ് ജേക്കബ് പിന്താങ്ങുകയും ശ്രീ ഷിബു ബേബി ജോൺ നിർദ്ദേശിക്കുകയും ശ്രീ CP ജോൺ പിന്താങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പത്രികകൾ. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം നിയമാനുസൃതമാണെന്ന് കാണുകയുണ്ടായി. ഒന്നിലധികം അംഗങ്ങൾ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിലവിലുള്ള നിയമപ്രകാരം സഭ വോട്ടെടുപ്പിലൂടെ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതാണ്. ബാലറ്റ് പേപ്പറിൽ ശ്രീ ബി ഗോപകുമാറിൻ്റെ പേര് ആദ്യത്തേതും ശ്രീ AC മൊയ്തീൻ്റെ പേര് രണ്ടാമത്തേതും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേര് മൂന്നാമത്തേതായും അച്ചടിച്ചിട്ടുണ്ട്. നിയമസഭാംഗങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരിനെതിരെ ഒരു ഗുണനചിഹ്നമിട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഗുണനചിഹ്നമല്ലാതെ മറ്റടയാളങ്ങളിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ പ്രസ്തുത ബാലറ്റ് പേപ്പർ അസാധുവായി കണക്കാക്കുന്നതാണ്. ഗുണനചിഹ്നമിട്ടാണ് പോസിറ്റീവായിട്ടുള്ള വോട്ട് ചെയ്യേണ്ടതെന്നർത്ഥം. നിയമസഭാംഗങ്ങളുടെ പേര് ഇരിപ്പിടത്തിൻ്റെ ക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ വിളിക്കുന്നതായിരിക്കും. ഓരോ അംഗവും തത്സമയം അധ്യക്ഷവേദിക്ക് സമീപം വന്ന് ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിച്ച ശേഷം സ്വസ്ഥാനത്ത് ഉപവിഷ്ടനാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം പേര് വിളിക്കുമ്പോൾ സഭയിൽ ഹാജരില്ലാത്ത അംഗങ്ങൾക്ക് പോളിംഗ് അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകുന്ന പക്ഷം വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ്. ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ഇപ്പോൾ 16ാം നിയമസഭയിൽ സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 3 പേരാണ് മത്സരരംഗത്ത്. തീർച്ചയായിട്ടും ആൽഫബറ്റിക്കൽ ഓർഡറായിരിക്കും ഇതിലുണ്ടാവുക എന്ന് പറഞ്ഞ് ഗുണനചിഹ്നമിട്ട് ബാലറ്റ് പേപ്പർ മടക്കി നൽകണം. എല്ലാ പത്രികകളും സ്വീകരിച്ചുവെന്നും പ്രോട്ടൈം സ്പീക്കർ ജി സുധാകരൻ വെളിപ്പെടുത്തി. സഭാ നടപടികൾ അങ്ങനെ ആരംഭിച്ചു. ബി ഗോപകുമാർ, AC മൊയ്തീൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ആണ് മത്സര രംഗത്ത് ഉള്ളത്. എന്തായാലും സീറ്റിൻ്റെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം 102 അംഗങ്ങളുടെ പിന്തുണ UDFന് അവിടെയുണ്ട്. എന്നാൽ 3 അംഗങ്ങളുടെ മാത്രം പിന്തുണയാണ് NDAക്കുള്ളത്. മറ്റ് 35 അംഗങ്ങളുടെ പിന്തുണയാണ് LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്പീക്കറായിട്ട് 16ാം നിയമസഭയുടെ സ്പീക്കറായി
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വോട്ടെണ്ണലിനുള്ള ചടങ്ങുകളായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സംസ്ഥാന നിയമസഭയിൽ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നിയമസഭയിൽ നിന്നും കാണുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്. സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നിയമസഭയിൽ ആരംഭിച്ചിരിക്കുകയാണ്. 3 പേരാണ് മത്സരരംഗത്തുള്ളത്. UDF-ൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF-ൽ നിന്ന് AC മൊയ്തീനും ഒപ്പം BJP-യിൽ നിന്ന് BB ഗോപകുമാറുമാണ്. 3 പേരുടെയും നാമനിർദ്ദേശ പത്രികകൾ സാധുവായതുകൊണ്ട് 3 പേരുടെയും പേര് ബാലറ്റിലുണ്ട്. ബാലറ്റിന് നേരെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന ഭാഗത്ത് ഗുണനചിഹ്നം രേഖപ്പെടുത്തി ബാലറ്റുകൾ പ്രോട്ടം സ്പീക്കറുടെ ഇരുവശത്തുമായി പ്രോട്ടം സ്പീക്കറുടെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ സാമാജികർ ചെയ്യുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ചു. ആദ്യം മുഖ്യമന്ത്രി VD സതീശൻ വോട്ട് ചെയ്തു. ഇപ്പോൾ വ്യവസായ മന്ത്രിയും ലീഗിന്റെ നിയമസഭാ നേതാവുമായി PK കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്തു. ഇപ്പോൾ ഓരോരുത്തരെയും അവരുടെ ഇരിപ്പിടക്രമത്തിൽ വിളിക്കുകയാണ്. ഈ വോട്ടെടുപ്പ് 139 MLA-മാരുടെയും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷമായിരിക്കും വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന് ശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കും. 102 MLA-മാരുടെ ഭൂരിപക്ഷമുള്ള UDF-ന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണ്. 35 MLA-മാർ മാത്രമാണ് LDF-നുള്ളത്. BJP-ക്ക് 3 MLA-മാരും നിയമസഭയിലുണ്ട്. എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. ആർ ശ്രീജിത്താണ് നിയമസഭയിൽ വിവരങ്ങൾ നൽകിയത്. 16ാമത്തെ നിയമസഭയുടെ സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചു. അംഗങ്ങൾ വോട്ട് ചെയ്ത് തുടങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇരിപ്പിടത്തിന് എഴുന്നേറ്റ് വന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിന് അല്പം സമയം വേണ്ടിവരും. ഇത്രയധികം 140 അംഗങ്ങൾ വോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അല്പം സമയമെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.